ഇന്ന് നമ്മൾ കപ്പയും ഇറച്ചിയും വെച്ചിട്ടുള്ള ഐറ്റമാണ് കേട്ടോ റെഡിയാക്കാനായിട്ട് പോകുന്നത്. കപ്പയിൽ നിന്ന് പോവുകയും ചെയ്തു, എന്നാൽ ബിരിയാണിയിലേക്ക് എത്തിയതുമില്ല. അതുകൊണ്ട് കപ്പ ബിരിയാണിയല്ല. പിന്നെ എല്ലില്ലാത്തതുകൊണ്ട് എല്ലും കപ്പയല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കപ്പ ഇറച്ചി എന്ന് വേണമെങ്കിൽ പറയാം. കപ്പ എന്തായാലും ഒരു വികാരം തന്നെയാണ്. അതിൻ്റെ കൂടുതൽ വില ഞാൻ മനസ്സിലാക്കിയത് പുറത്ത് പോയപ്പോഴാണ്. ഒരു അന്യനെപ്പോലെ ഞാൻ ബ്രസീലിയൻ ഷോപ്പിൽ നിന്ന് കപ്പ മേടിച്ചിട്ടുണ്ട്. അതും ഫ്രോസൺ കപ്പ. അല്ലാത്ത ഫ്രഷ് കപ്പയൊക്കെ വളരെ വല്ലപ്പോഴും കേട്ടോ, വർഷത്തിലൊരിക്കലേ കിട്ടുകയുള്ളൂ. ഇവിടെ നമ്മൾ ചെറുപ്പത്തിലെ കപ്പയുടെ ഇല കൊണ്ട് മാല ഉണ്ടാക്കുന്നത് മുതൽ കപ്പയുടെ സാന്നിധ്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. കപ്പ നമുക്ക് എന്തായാലും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല. എപ്പോൾ കോമ്പിനേഷൻ വിളിച്ചാലും ചിക്കൻ്റെയോ മട്ടൻ്റെയോ ബീഫിൻ്റെയോ ഒന്നും കൂടെ പോകാനൊരു മടിയില്ലാത്തൊരു പാവം, അതാണ് നമ്മുടെ കപ്പ. അപ്പോൾ അങ്ങനെ കപ്പയും ഇറച്ചി രണ്ടും കൂടി കൂട്ടി ഇളക്കി അങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചെടുത്തു, 2 കിലോ ഇറച്ചി മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കറി വയ്ക്കാനായിട്ട് മാറ്റി വെച്ചു. അങ്ങനെ കപ്പയും വേവിച്ച് അതിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തു. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല വെണ്ണ പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഴിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.